ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കൊച്ചു ചക്ക കിട്ടിയിട്ടോ നമ്മളെ പ്ലാവിൽ നിന്ന്. അപ്പോൾ ഇത് ചക്ക അവിയലും വെച്ച് ചിക്കൻ കറിയും വെക്കാനുള്ള പരിപാടിയാണ്. കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോഴമ്മ ചക്ക ഇളക്കുകയാണ്, അമ്മയാണ് ഇളക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോ വിടുമ്പം ചിക്കൻ കറി വെപ്പും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായൊരു പോരായ്മ വരും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ നാടൻ രീതിയിൽ സാധാ ഒരു ചിക്കൻ കറി വയ്ക്കുകയാണ്. എണ്ണ ഒഴിച്ചു, പെരിഞ്ചീരകം ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പെരിഞ്ചീരകം, കടുക്, വറ്റൽമുളക്, കുഞ്ഞുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നല്ലപോലെ വാട്ടി വരട്ടെ. പിന്നെ ഒരു സന്തോഷ കാര്യം പറയാനായിട്ടാണ് ഇവിടെ ഉണ്ട്. കാരണം എനിക്കിപ്പം 10 ലക്ഷം വ്യൂസ് ആയിട്ടുണ്ട്, അതായത് 1 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെ 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 നന്ദിയുണ്ട്. പിന്നെ 2310 സബ്ബും എനിക്ക് ആയി. അപ്പം എല്ലാവരുടെ അടുത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതേപോലെ എന്നെ തുടർന്ന് ഈ കൊച്ചു ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 2-3 പച്ചമുളകും കൂടെ ഇട്ട് ഇളക്കി, പിന്നെ ഒരു 2 തക്കാളിക്ക അരിഞ്ഞതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പൊടി ഐറ്റങ്ങളിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നാലേ നമ്മളെ കറിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാം അതിൻ്റെ പാകത്തിന് മൂത്ത് വരണം. കണ്ടോ? നമുക്ക് എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കഴിച്ചിട്ട് വേണം, 2-3 പേരൂടെ ഉണ്ട്, പുറത്തോട്ടൊന്നും പോവുകയും വേണം നമുക്ക്. അപ്പം ഇത് കഴിക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ചക്ക കൂട്ടാൻ വെച്ചതും ചിക്കൻ കറിയും കഴിക്കാനായിട്ട് 2-3 പേരൊരു ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അങ്ങനെ ചിക്കൻ കറി നമ്മൾ അപ്പോഴത് അരപ്പ് വരട്ടി ചിക്കൻ ഇട്ട് ഇതായിട്ട് വരുമ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന തന്നെയല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദമാക്കാത്ത. സാധാ നമ്മളെ നാടൻ ചിക്കൻ കറിയാണ്, നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അങ്ങനെ അതോ ചക്ക ഇളക്കിയത് കൊണ്ട് വെച്ചു. നല്ലതുപോലെ ചിക്കൻ അതിനകത്ത് അരപ്പൊക്കെ ഇട്ട് പുരട്ടി നല്ല വന്നതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം. അതാ ചിക്കൻ കറി ഓക്കെ ആയി. അവിടെ തിന്നാൻ കാത്തിരിക്കുകയാണ് അവിടെ ആൾക്കാർ. നമ്മളെ നല്ല നാടൻ ചിക്കൻ കറിയാണ്, ഇച്ചിരി കറി ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ അക്രമം തുടങ്ങിയിട്ടുണ്ട് തിന്നെ. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തോട്ടൊന്ന് പോകാനെ കൊണ്ട് റെഡിയാവുകയും വേണം. അപ്പോഴും ഞങ്ങളിവിടെ ഒരു കുഞ്ഞൊരു ആളുണ്ട്. വെളിയിലിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയപ്പം ആളിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അതായിരിക്കുന്ന കണ്ടോ? ഞങ്ങൾ എവിടെയോ പോകണമെന്ന് മനസ്സിലായപ്പോൾ വന്ന് വിഷമിച്ച് അവിടെ കുത്തിയിരിക്കുക. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോയിട്ട് ഞങ്ങളവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും, വിഷമിച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.